ിലേക്ക് പോകാം. രേണുക എം ജി ഉള്ളത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പമാണ്. രേണുക, രാവിലെ മുതൽ ശശി തരൂരിനൊപ്പമുണ്ട്. അദ്ദേഹം പ്രചരണം ആരംഭിച്ചത് മുതൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇപ്പോൾ ഒരു കർഷക കൈത്തറി തൊഴിലാളികളുടെ പ്രതിഷേധ പരിപാടിയിലാണ് ശശി തരൂർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ യൂണിഫോം നെയ്ത്ത് തൊഴിലാളികൾക്ക് 8 മാസത്തെ കുടിശ്ശിക നൽകാനുണ്ട്. ഒപ്പം തന്നെ ഹാൻഡെക്സിന് സംഘങ്ങൾ തുണിത്തരങ്ങൾ നൽകിയ വഴികയിൽ കിട്ടേണ്ട 36 കോടി രൂപ നൽകാനുണ്ട്. ഒരു വർഷമായുള്ള ദൌർലഭ്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഇവർ കൈത്തറി തൊഴിലാളി കോൺഗ്രസിന്റെയും ഹാൻഡ്ലൂം സൊസൈറ്റീസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. അതിന്റെ ഉദ്ഘാടനത്തിനായാണ് തരൂർ എത്തിയിരിക്കുന്നത്. വ്യവസായ മന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അവിടെ അല്പസമയത്തിനകം തന്നെ ശശി തരൂർ സംസാരിക്കും. ഇതുപോലെ ഉള്ള പരിപാടികളിലും ഒപ്പം തന്നെ വ്യക്തികളുമായുള്ള നേരിട്ടുള്ള സംവദിക്കൽ, ഇതിനൊക്കെയാണ് ശശി തരൂർ ഇപ്പോൾ സമയം മാറ്റിവെച്ചിരിക്കുന്നത്. ശക്തമായ ഒരു പ്രചരണ പരിപാടികളിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ തരൂരിനോട് ചോദിച്ചപ്പോൾ ഇനിയും സമയമുണ്ട്, ഒരുപാട് ദിവസം കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലേക്ക്, പരസ്യ പ്രചരണ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ വാഹന ജാഥ പ്രചരണം അതൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ രാവിലെ NSSന്റെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ചട്ടമ്പിസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അവിടെ NSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പരിപാടിയാണ് ഇത്. ഇവിടെ കൈത്തറി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ലഭിക്കേണ്ട പണം ലഭിക്കുന്നില്ല. സ്കൂൾ യൂണിഫോം നെയ്ത്ത് തൊഴിലാളികൾക്ക് 8 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയുള്ള സമരത്തിൽ, പ്രതിഷേധ പരിപാടിയിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് തരൂർ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സംസാരിക്കും. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ ആര് എന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ്. അശ്വതി, രേണുക, ഇന്ന് രാവിലെ മുതൽ ശശി തരൂരിനൊപ്പമുണ്ട് രേണുക. ഈ ഒരു പ്രചാരണ രീതിയിലേക്ക് എത്തുമ്പോൾ വലിയ ചൂടുണ്ട്, വിശ്രമമില്ലാതെ അവർ വോട്ടർമാരിലേക്ക് എത്തുന്നു. ഈ നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയ പരിപാടികളിൽ മാത്രമാണോ ശശി തരൂർ പങ്കെടുക്കുന്നത്, അതോ ആൾക്കൂട്ടം ഉള്ളിടത്തിറങ്ങി അവിടെ വോട്ടഭ്യർത്ഥന നടത്തുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു രീതി? ഇല്ല, അത്തരം ഒരു പ്രചരണ പരിപാടികളിലേക്കൊന്നും ശശി തരൂർ കടന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള കൂടിക്കാഴ്ചകൾ, അതിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് അദ്ദേഹം CETയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നുണ്ട്. അദ്ദേഹം കോളേജുകൾ കേന്ദ്രീകരിച്ച് മറ്റ് പ്രമുഖ നേതാക്കളെ, സമുദായ നേതാക്കൾ ഉൾപ്പെടെ ഒക്കെ ജില്ലയിൽ അങ്ങനെ കാണേണ്ടവരെ ചെന്ന് കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശൈലി. അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നു, ഒരുപാട് സമയം ഇത്തവണ പ്രചരണത്തിന് ലഭിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് സമയം കിടക്കുന്നു. അപ്പോ പതിയെ അതിലേക്ക് നീങ്ങാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് അദ്ദേഹം തന്നെ നമ്മളോട് സൂചിപ്പിച്ച കാര്യം. നമുക്കറിയാം, ഇവിടെ LDF ആണ്. അതാണ് രേണുക.